അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽസ് ആൻഡ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയെ പറ്റിയിട്ടാണ്. ഫണ്ടമെൻ്റൽസ് ആൻഡ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് നോക്കാനായിട്ട് ആദ്യം നമുക്ക് പഠിക്കാൻ പോകുന്നത് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റാണ് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി. ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഫണ്ടമെൻ്റൽസ് പഠിച്ചെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയുടെ ഡീറ്റെയിൽഡ് വേർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറ്റോമിക് സ്പെക്ട്രയെ പറ്റിയിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻട്രാക്ട് ചെയ്യുന്നത്, ആറ്റംസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനും അതുവഴി ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സ്പെക്ട്രൽ പാറ്റേൺസ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി ഇത് കുറച്ചൊന്ന് ഡീറ്റെയിലിംഗ് ആയിട്ടായിരിക്കും ഇരിക്കുന്നതെങ്കിലും ശരിക്കും ഇതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം നമ്മളിവിടെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതിനെ തന്നെ കുറച്ച് ഒരു ലെവല് അപ്പായിട്ട് നമ്മൾ പഠിക്കണമെന്നേ ഉള്ളൂ ഇതിൽ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇതിൽ ഏതൊക്കെ പോർഷൻസ് ഉണ്ടെന്നാണ്. നമുക്ക് 4 പോർഷൻസാണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓവർവ്യൂവിൽ ആ 4 പോർഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം, അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തത് ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ തന്നെ ഫൈൻ സ്ട്രക്ചർ എങ്ങനെയാണ്, ഓർബിറ്റലും ആംഗുലർ മൊമെൻറ്റവും ഇതുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ പഠിക്കുക. പിന്നെ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റംസും പിന്നെ എക്സ്റ്റേണൽ ഫീൽഡ് ഇഫക്ട്സും, അതായത് സീമാനും സ്റ്റാർക്ക് എഫക്റ്റും. നമ്മൾ പേരിൽ മാത്രമേ സീമാനും സ്റ്റാർക്ക് എഫക്റ്റും കേട്ടിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിക്കാം. ഇനി എനർജി ലെവൽസ്, ഹൈഡ്രജൻ്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നത്, ഹൈഡ്രജനകത്ത് നമുക്കറിയാം ആകെ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ nth ഓർബിറ്റൽ, ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ nth ഓർബിറ്റലിൽ ഉള്ള എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് En = -z² e⁴m/8ε0² h²n² എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ ഇക്വേഷൻ കേട്ടോ. എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. ഇനി നിങ്ങൾ ആലോചിക്കുമായിരിക്കും RH × 1/n1² - 1/n2² എന്ന് പറയുന്നത് ഏതാണ് എന്ന് ചോദിക്കുമായിരിക്കും. അത് എനർജി ഡിഫറൻസ് ആണ്, ΔE ആണ്. എനർജി ഡിഫറൻസ് ആണ് നമ്മുടെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. റിഡ്ബർഗ് കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. ഇനി ഈ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള ഇക്വേഷനാണ് ഈ RH × 1/n1² - 1/n2² എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം അത് ന്യൂ ഡാഷ് അല്ലെങ്കിൽ 1/λ, അതായത് വേവ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ നേരത്തെ നമ്മൾ പഠിച്ച എനർജിയുടെ ഇക്വേഷനിൽ നിന്നും ഒരു ചെറിയ ചേഞ്ച് വരുമ്പോഴാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുക. ഈ റിഡ്ബർഗിൻ്റെ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.09737 × 10⁻⁷ ആണ്. ഇവിടെ ന്യൂക്ലിയർ മാസിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് R∞ എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഇവിടെ റിഡ്ബർഗിൻ്റെ എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് 1.09677 ആണ്. മറ്റേത് 9737 എന്നാണ് വരിക. ഇവിടെ ആ മെഷർമെൻറ്റ് വരുന്നത് സ്പെക്ട്രൽ ഡേറ്റയിൽ നിന്നും ഡയറക്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. ഇനി മാസ് കറക്ഷൻ, റെഡ്യൂസ്ഡ് മാസ് കറക്ഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ന്യൂക്ലിയർ മാസിനെ നമ്മൾ മ്യൂ വെച്ചിട്ട് ഫൈനൈറ്റ് ന്യൂക്ലിയർ മാസിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ മാസ് കറക്ഷൻ. ഈ മാസ് കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ME/Mn / ME+Mn ആണ്. ഇവിടെ ME എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസും Mn എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാസുമാണ് കേട്ടോ. ഈ ന്യൂക്ലിയസിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസിൻ്റെയും ഒരു ഇൻറ്റു ചെയ്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്തെടുക്കുക. ഇതാണ് മാസ് കറക്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി സ്പെക്ട്രൽ സീരീസ് ഓഫ് ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സീരീസ് ഓഫ് ലൈൻസ് ആണ് ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിലുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം, 4 എണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, പിന്നെ ഫണ്ട് കേട്ടോ. ഫണ്ട് നമുക്ക് താഴോട്ട്, എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫണ്ട് ഇതിൻ്റെ ഇടയിലൊന്ന് കയറ്റിയെന്നേ ഉള്ളൂ. ലൈമാൻ എന്ന് പറയുന്നത് N1 1 ആയിരിക്കും, N2 2 3 4 എന്ന് പറഞ്ഞ് പോവും. ബാമർ ആണെന്നുണ്ടെങ്കിൽ N1 2 ആയിരിക്കും, N2 എന്ന് പറയുന്നത് 3 4 5 എന്ന് പറഞ്ഞ് പോവും. പാഷൻ ആണെങ്കിൽ N1 എന്ന് പറയുന്നത് 3 ആണ്, N2 എന്ന് പറയുന്നത് 4 5 6 എന്ന് പറഞ്ഞ് പോകും. നിയർലി ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഇത് കാണുന്നത്. ബ്രാക്കറ്റും ഫണ്ടും ഒക്കെ 4ഉം 5ഉം ആണ്. അത് എന്ത് ചെയ്യുന്നു, ഫാർ ഇൻഫ്രാറെഡിലേക്കാണ് പോകുന്നത്. ഇതിൽ വിസിബിൾ റീജിയനിൽ കാണുന്ന ഏക സ്പെക്ട്രൽ ലൈൻ എന്ന് പറയുന്നത് ബാമറാണ്. ലൈമാൻ എന്ന് പറയുന്നതാണ് ഏക UV സെക്ഷനിൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സീരീസ് സ്പാനും നമ്മൾ നന്നായിട്ട് നോക്കി വയ്ക്കാം.
നെക്സ്റ്റ് നമുക്ക് സെലക്ഷൻ റൂൾ നോക്കാം. ട്രാൻസിഷന് വേണ്ടുന്ന സെലക്ഷൻ റൂൾ എന്ന് പറയാൻ ഒരു ഫണ്ടമെൻ്റൽ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഒക്കെ തന്നെയും അലോ ചെയ്യുന്നത് ഒരു സെലക്ഷൻ റൂൾ വഴിയാണ്. അത് ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന 3-4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡെൽറ്റ എൻ ആണ്. ഡെൽറ്റ എന്നിന് ഏത് വാല്യൂ വേണമെങ്കിലും വരാം, അതിന് റെസ്ട്രിക്ഷൻ ഇല്ല. കാരണം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ റെസ്ട്രിക്ഷൻ വരുന്നില്ല. ഡെൽറ്റ എല്ലിനെന്ന് പറഞ്ഞാൽ +or-1 വാല്യൂ അല്ലെങ്കിൽ +or-n വാല്യൂ ആയിരിക്കും. അതായത് ആംഗുലർ മൊമെൻറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂണിറ്റ് വെച്ചിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഡെൽറ്റ ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കൺസ്ട്രെയിൻറ്റ് ആണ്. അത് 0യോ +or-1 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് നോക്കേണ്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൂളും ഇതാണ്. ഇനി ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സിലെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡ് വെറൈറ്റി ഓഫ് വെക്റ്റർ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു സാധനമാണ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. കാരണം അതിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ തന്നെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻസ്, അതായത് ഡിസ്ക്രീറ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവരുടെ അറേഞ്ച്മെൻറ്റ് വരുന്നത് സ്പേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാൻ 2 ആംഗുലർ മൊമെൻറ്റംസ് ഉണ്ട്. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും സ്പിൻ ആംഗുലർ മൊമെൻറ്റവും. ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എൽ എന്ന് പറയുന്നത് √L+1/h' ആണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് L ആണ് കേട്ടോ. L അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. ഇനി സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിനെ ആണെന്നുണ്ടെങ്കിൽ എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സ്പിന്നിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ സ്പിന്ന് എസ് എന്ന് പറയുന്നത് ഹാഫാണ്, എപ്പോഴും ഹാഫ് ആയിരിക്കും. അത് +½ ആണോ -½ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ഇസഡ് കോമ്പൗണ്ട് ക്വാണ്ടൈസേഷൻ എന്ന് പറയും. ഐസഡ് എന്ന് പറഞ്ഞാൽ MLH' എന്ന് പറയും. ഇത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻസ് മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ഓറിയൻറ്റേഷൻസ് ഒന്നും അലൗഡ് അല്ല. ഇനി ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഫൈൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഹൈ റെസൊല്യൂഷനിലുള്ള സ്പെക്ട്രോസ്കോപ്പി എന്ത് റിവീൽ ചെയ്യുന്നു? ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസിനെ ആക്ച്വലി എന്ത് ചെയ്യുന്നു, ഡബ്ലറ്റ്സ് ആയിട്ടാണ് റിവീൽ ചെയ്യുന്നത്. അതായത് ഓരോ ലൈൻസും സ്പ്ലിറ്റ് ചെയ്ത് 2 ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള കോമ്പോണൻസ് ആയിട്ടാണ് പോകുന്നത്. ഈ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് വഴിയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ J എന്ന് പറയുന്നത് നമുക്ക് ഓർബിറ്റലും സ്പിൻ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറും കൂടി കമ്പൈൻ ചെയ്താണ് കിട്ടുന്നത്. അതായത് ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ L+S, L+S-1 ഇങ്ങനെ LS എന്നുള്ള രീതിയിൽ മോഡുലസ് വെച്ചിട്ട് L-S എന്നുള്ള രീതിയിൽ മോഡുലസ് വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ P എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചോ, അതിൻ്റെ Lൻ്റെ വാല്യൂ 1ഉം എസിൻ്റെ വാല്യൂ ഹാഫും ആണെന്ന് വെച്ചോ. അപ്പോൾ J എന്ന് പറയുന്ന Jക്ക് 3/2 എന്നോ 1/2 എന്നോ വാല്യൂസ് വരാം. അതായത് 1/1 1/2 മൈനസ് ചെയ്യുകയോ 1 1/2 പ്ലസ് ചെയ്യുകയോ ചെയ്യാം. ഈ 2 വാല്യൂസും ജെയുടെ വാല്യൂസ് തന്നെയാണ്. അപ്പോൾ 2 എനർജി ലെവൽസ് ഉണ്ട്. അതിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 0.365 cm⁻⁻1 ആണ്. മനസ്സിലായോ? അപ്പോൾ 2 ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് ഡബ്ലറ്റ്സ് ആണ് കേട്ടോ, ഡബ്ലറ്റ്സ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ലാംഗ്വേജിൽ എങ്ങനെ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ നോർമലി നമ്മുടെ എലമെൻറ്റ്സ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതും റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ L എന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റൽ മൊമെൻറ്റം ആണ്. ഓർബിറ്റൽ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ് L എന്ന് പറയുന്നത്. ഈ J എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ മൊമെൻറ്റത്തിനെയാണ് J എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. S എന്ന് പറയുന്നത് സ്പിന്നാണ്. മൾട്ടിപ്ലിസിറ്റിയാണ് 2s+1 എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. മൾട്ടിപ്ലിസിറ്റി ഇവിടെ ഓർബിറ്റൽ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ L എന്ന് പറയുന്നത് നമ്മുടെ S-P-D-F-G എന്നിങ്ങനെ പറഞ്ഞ് പോവും. ഇത് ഓരോ ലെറ്റേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ Lന് 0 ആവുമ്പോൾ S ആണ്, 2 ആവുമ്പോൾ D 1 ആവുമ്പോൾ P ആണ്, 2 ആവുമ്പോൾ D ആണ്, 3 ആവുമ്പോൾ F ആണ്. ഇങ്ങനെ ഓരോരോ സബ്ഷെല്ലിൻ്റെ ലെറ്റേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി 2s+1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റിയാണ്. അത് എന്തിനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പിൻ സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്. സിംഗ്ലറ്റ് ആണെങ്കിൽ 1 ആണ്, ഡബ്ലറ്റ് ആണെങ്കിൽ 2 ആണ്, ട്രിപ്ലറ്റ് ആണെങ്കിൽ 3 ആണ്. ഇനി ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ J കാണിക്കുന്നത്. അത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് 1s1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ് അല്ലേ. എസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലിൻ്റെ വാല്യൂ എസ് ആയിരിക്കും. അപ്പോൾ എസ് നമ്മളിങ്ങനെ ആദ്യം എഴുതും.
ദെൻ ഒരു ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. 1/2 ആയിരിക്കും, ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പോൾ 1/2 എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി ജെയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി മൾട്ടിപ്ലിസിറ്റി 2s+1. ഇതിൽ സ്പിൻ എന്ന് പറയുന്നത് ഹാഫ് ആണെങ്കിൽ എന്ത് ചെയ്യും? 2 × ഹാഫ് എന്ന് പറയുന്നത് 1 ആണ്. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മേളിൽ 2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 2s½ ഇങ്ങനെ കിട്ടും. ഇതാണ് ഡിസൈനേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ 2p സ്റ്റേറ്റിലോട്ടാണ് പോകുന്നതെങ്കിലോ പി ആയിരിക്കും മേജറായിട്ട് വരുന്ന ഇവിടുത്തെ ലെറ്റർ എന്ന് പറയുന്ന പി. ഇനി എന്നിട്ട് ഇതിൻ്റെ എന്താണ് നമ്മുടെ മൾട്ടിപ്ലിസിറ്റി ഇവിടെ താഴെ വരുന്നില്ലേ, താഴെ വരുന്ന ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഹാഫോ 3/2 വരാം. കാരണം പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1ൽ നിന്ന് ഹാഫ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഹാഫാണ്. ഹാഫ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 3/2 ആണ്. ഓക്കെ, അപ്പോൾ 3/2. അപ്പോൾ ഇങ്ങനെ രണ്ട് വാല്യൂസ് വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 3/2 ആയിരിക്കും വരിക. അപ്പോൾ 3/2 ഇങ്ങനെ രണ്ട് വാല്യൂസ് വരുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് വാല്യൂസും വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 3/2ഉം 1/2ഉം വെച്ച് എഴുതണം. അപ്പോൾ 2p½ എന്നും 2p 3/2 എന്നും കിട്ടും. ഇവിടെ മേളിലത്തെ 2 കിട്ടുന്നത് വേറൊന്നുമില്ല, 2 × s+1 ആണ്. അപ്പോൾ 2 × ½ + 1, 2 എത്രയാണ്? 1 + 1 2 തന്നെ ആയിരിക്കും ഇവിടെ മൾട്ടിപ്ലിസിറ്റി വരുന്നത്. ഡബ്ലെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അതായത് ഇത്രയും നേരം നമ്മൾ ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഒരുപാട് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിൽ സിംഗിൾ വാലൻസ് ഇലക്ട്രോൺ വരുന്നവരാണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയുന്നത്. ആൽക്കലി മെറ്റൽസ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അവർ എക്സിബിറ്റ് ചെയ്യുന്നത് സ്പെക്ട്ര ഹൈഡ്രജൻ പോലത്തെ സ്പെക്ട്രം ആയിരിക്കും അവർ കാണിക്കുക. സോഡിയത്തിൻ്റെ ഫേമസ് ഡി ലൈൻസ് ഈ ഒരു ബിഹേവിയർ എക്സംപ്ലിഫൈ ചെയ്യുന്നതാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കാണിക്കുന്നതാണ്. ഓക്കെ, സോഡിയത്തിൻ്റെ ഡി ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3sൽ നിന്നും 3pയിലോട്ടുള്ള ട്രാൻസിഷൻ വഴി നമുക്ക് എന്ത് കിട്ടും? രണ്ട് ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള യെല്ലോ ലൈൻസ് നമുക്ക് കിട്ടും. അതിൻ്റെ വാല്യൂസ് ആണ് ഇവർ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 2p 3/2ഉം 2p 1/2 ആണ് അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്സ്. എനർജി ലെവൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ പോലെ അല്ല, സോഡിയത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്നിനെയും എല്ലിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെനട്രേഷൻ എഫക്റ്റ് ഉള്ളത് കൊണ്ട്, ഇന്നർ ഇലക്ട്രോണിൽ നിന്നുമുള്ള പെനട്രേഷൻ എഫക്റ്റ് ഉള്ളത് കൊണ്ട് അവർ ഡീജനറസി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇതാണ് അവരുടെ എനർജി ലെവൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം ആണ്. ഹീലിയത്തിൻ്റെ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം. ഹീലിയത്തിനെ നമുക്ക് സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മൾട്ടി ഇലക്ട്രോൺ ആറ്റമായിട്ട് നമുക്ക് കണക്കാക്കാം. കാരണം അതിൽ എന്താണ് 2 ഇലക്ട്രോൺസേ ഉള്ളൂ, പക്ഷെ അത് സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷനിലാണ് ഇരിക്കുന്നത്. ഇവിടെ പുതിയൊരു കോംപ്ലക്സിറ്റി നമുക്ക് ഇലക്ട്രോൺ ഇൻട്രാക്ഷനും സ്പിൻ കപ്ലിങ്ങും വഴി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കേസ് നമുക്ക് നോക്കാം. 1s0. ഇവിടെ കോൺഫിഗറേഷൻ 1s2 അല്ലേ. 2 ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പോസിറ്റ് സ്പിന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താവും? എല്ലിൻ്റെ വാല്യൂ 0 ആയി, എസിൻ്റെ വാല്യൂ സ്പിന്ന് 0 ആണ്. കാരണം ക്യാൻസൽ ആയി പോകുമല്ലോ, ഒരു ഹാഫ് മേളിലോട്ട് ഒരു ഹാഫ് താഴോട്ടും. ഇനി ജെയ്ക്ക് വാല്യൂ കാണത്തില്ല, കാരണം എന്തില്ല, എല്ലിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ജെയ്ക്ക് വാല്യൂസ് ഉണ്ടാവില്ല. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ സിംഗ്ലെറ്റ് ആയിരിക്കും. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴോ 1s1ഉം 2s1 എന്നായിരിക്കും കോൺഫിഗറേഷൻ വരിക. 2 സിംഗ്ലറ്റും ട്രിപ്ലറ്റ് സ്റ്റേറ്റും എന്ത് ചെയ്യുന്നു? സ്പിൻ അലൈൻമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നു. ഇവിടെ പാരലൽ സ്പിൻസ് എന്ത് ചെയ്യുന്നു? ട്രിപ്ലറ്റ് സ്റ്റേറ്റിനെ ആയിരിക്കും തരിക. ആൻറ്റി പാരലൽ എന്ന് പറയുന്നത് സിംഗ്ലറ്റ് സ്റ്റേറ്റിനെ ആയിരിക്കും തരിക. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സിംഗ്ലറ്റും ട്രിപ്ലറ്റ് സ്റ്റേറ്റും എന്താണെന്നാണ്. അതായത് എസിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് നമുക്ക് സിംഗ്ലറ്റ് സ്റ്റേറ്റ് കിട്ടുക. അതായത് സ്പിന്ന് 0 ആകുമ്പോൾ ഇലക്ട്രോൺസിന് ഒരു ആൻറ്റി പാരലൽ സ്പിന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി 2s+1 എന്ന് പറയുന്ന 1 ആവുന്ന കണ്ടീഷൻ. ലോവർ എനർജി ഉണ്ടാവുന്നത് ആര് കാരണമാണ്? പോളീസ് എക്സ്ക്ലൂഷൻ കാരണമാണ് ലോവർ എനർജി ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ അപ്രോച്ചാണ്, അതിൻ്റെ എക്സാമ്പിളും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1s0, p1, p1, 1d1 ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി ട്രിപ്ലറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ആൻറ്റി പാരലൽ സ്പിൻ ഉള്ളതുപോലെ തന്നെ പാരലൽ സ്പിൻ ഉണ്ടാവാറുണ്ട്. അതാണ് ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ വരാം.
ഇവിടെ എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഹാഫാണ് എസിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പം എസിൻ്റെ വാല്യൂ 0 ആവുകയും 1 ആവുകയും ചെയ്യുന്ന കണ്ടീഷനാണ് പറഞ്ഞത്. അതായത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് മേളിലോട്ടും താഴോട്ടും നിന്ന് അതെന്ത് ചെയ്യുന്നു, ക്യാൻസലായി പോകുന്നു. അപ്പോൾ എസിൻ്റെ വാല്യൂ 0 ആവില്ലേ? ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, മേളിലോട്ട് തന്നെ 2 അറേഞ്ച്മെൻറ്റ് വരുന്നു. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് സ്പിന്നിൻ്റെ വാല്യൂ ഹാഫ് പ്ലസ് ഹാഫ് 1 ആയിട്ട് മാറുന്നു. ഹയർ എനർജി ആയിരിക്കും, പക്ഷേ എന്തില്ല, സ്റ്റേബിൾ അല്ല. കൂടുതൽ സ്റ്റേബിൾ ആവുന്നത് എപ്പോഴാണ്? എക്സ്ചേഞ്ച് ഇൻട്രാക്ഷൻ വഴിയാണ് കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗ്ലറ്റ് ടു ട്രിപ്ലറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് നടക്കത്തില്ല എന്നാണ് അർത്ഥം. ഹീലിയം ആറ്റത്തിന് സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രിപ്ലറ്റ് സ്റ്റേറ്റിലോട്ട് പെട്ടെന്നൊന്നും അങ്ങനെ കൺവേർട്ട് ചെയ്യാനോ മാറാനോ ഒന്നും സാധിക്കത്തില്ല. ക്ലിയർ അല്ലേ? ഇനി LS കപ്ലിംഗ് എന്ന് പറയും. LS കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്, നമ്മുടെ 30യേക്കാളും താഴെ അറ്റോമിക് നമ്പർ ഉള്ളവർ, അവർക്ക് റസൽ സോണ്ടേഴ്സ് അല്ലെങ്കിൽ LS കപ്ലിംഗ് സ്കീം ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇൻഡിവിജ്വൽ ആംഗുലർ മൊമെൻറ്റം കമ്പൈൻ ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരും. ആദ്യം എന്ത് ചെയ്യുക, ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുക. അതായത് ഇൻഡിവിജ്വൽ ഓർബിറ്റൽ മൊമെൻ്റ് കപ്പിള് എന്ത് ചെയ്യുന്നു, ടോട്ടൽ എല്ലിൽ നിന്നും കിട്ടണം. ആ രീതിയിൽ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിനെ കമ്പൈൻ ചെയ്യുക. സ്പിന്നിനെയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കപ്ലിങ്ങിനെയും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം, ജെയുടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം നമുക്ക് കിട്ടുന്നു. ഇനി കപ്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ജെ എന്ന് പറയുന്നത് LS പ്ലസ് S-1, LS പ്ലസ് S-2 ഇങ്ങനെ വാല്യൂസ് വന്ന് LS-Sലേക്ക് എത്തുന്നു. ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എനർജി ലെവൽസിനെയൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കാർബൺ ആണ്. ഒരു മൾട്ടി ഇലക്ട്രോൺ എക്സാമ്പിൾ വെച്ചിട്ട് കാർബണിനെ നമ്മൾ കാണിക്കുകയാണ്. കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. അതെങ്ങനെയാണ് നമുക്ക് ഓരോ സിമ്പിൾസ് ഡിറൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. 2 2p ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ആദ്യം കാണിച്ചു തരാം. 3p0 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുമ്പോൾ ലോവസ്റ്റ് എനർജി ആയിരിക്കും. ഹൺസ് റൂൾ വെച്ചിട്ട് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ആയിരിക്കും. മാക്സിമം എല്ലിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. 1d2 എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ എക്സൈറ്റഡ് ആയിരിക്കും. സെയിം മൾട്ടിപ്ലിസിറ്റിയാണ് 3p വെച്ചിട്ട്, പക്ഷേ എല്ലിൻ്റെ വാല്യൂ ലോവർ ആയിരിക്കും. S01 എന്ന് പറയുന്നത് എന്താണ്, ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണ്. L എന്ന് പറയുന്നത് 0 ആണ്. ഹൈ എനർജിയാണ് ഇവർക്കുള്ളത്. ഇവിടെ ഹണ്ട് റൂളിൻ്റെ പ്രെഡിക്റ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് മൾട്ടിപ്ലിസിറ്റി ഉണ്ടെങ്കിൽ ലോവസ്റ്റ് എനർജി ആയിരിക്കും. ഈക്വൽ മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ ഹയസ്റ്റ് എല്ലാ ആർക്കാണോ അവരുടേതായിരിക്കും ലോവസ്റ്റ് എനർജി എന്നാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് ആപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഇനി സീമാൻ ഇഫക്റ്റ്. സീമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആറ്റംസ് ഒക്കെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ കോമ്പണൻസിലൂടെ കടന്നു പോകുന്നു. ഇതിനെയാണ് നമ്മൾ പീറ്റർ സീമാൻ എന്ന് പറയുന്നത്. പീറ്റർ സീമാൻ അന്ന് കണ്ടുപിടിച്ച ഫിനോമിനൻ ഇതാണ്. അപ്പോൾ ഈ ഒരു ക്രൂഷ്യൽ എവിഡൻസ് ക്വാണ്ടം തിയറിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഫിസിക്കൽ ഒറിജിൻ ആയിട്ടുള്ള എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രോൺസ് മോഷൻ ക്രിയേറ്റ് ചെയ്ത് മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ടാക്കുന്നു. ഒരു എക്സ്റ്റേണൽ ഫീൽഡ് BZ എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ഫീൽഡും ഇൻട്രാക്ഷൻ എനർജിയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ MJനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഡെൽറ്റ E എന്ന് പറയുന്നത് -GE ബീറ്റ E MJ BZന് തുല്യമാണ്. അതായത് ഇതിൽ ലാൻജ് ഫാക്ടറാണ് GE എന്ന് പറയുന്നത്. ഈ ലാൻജ് ഫാക്ടർ GE എന്ന് പറയുന്നത് 1 + J × J + 1 + S × S + 1 + -L × L + 1 / 2J × J + 1. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ലാൻജി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നോർമലും അനോമലസും ആയിട്ടുള്ള 2 സീമാൻ ഇഫക്റ്റ് ഉണ്ട്. നോർമൽ സീമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ നടക്കുന്നതാണ് നോർമൽ സീമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ലെവലും സ്പ്ലിറ്റ് ചെയ്ത് ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നു, സിമ്പിളും സിമെട്രിക്കലുമായിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടുന്നതാണ് നോർമൽ സീമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. എത്രത്തോളം ഫീൽഡ് സ്ട്രെങ്ത് കൊടുത്തോ അത്രത്തോളം ഡയറക്റ്റായിട്ട് സ്പ്ലിറ്റിംഗ് നടക്കുന്നു. എക്സാമ്പിൾ ഹീലിയത്തിൻ്റെ സിംഗ്ലറ്റ് ട്രാൻസിഷൻ. ഇനി അനോമലസ് സീമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S എന്ന് പറയുന്നത് 0ക്ക് തുല്യമായിട്ട് വരാതിരിക്കുന്ന കണ്ടീഷൻ. അപ്പോഴെന്ത് ചെയ്യുന്നു, GEയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, ഡിഫറെൻറ്റ് ലെവലിൽ ഉണ്ടാവുക. അപ്പോൾ സ്പ്ലിറ്റിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലെക്സ് ആണ്, നോൺ യൂണിഫോം ആണ്.
ആക്ച്വലി കൂടുതൽ കോമൺ ആണ്, നോർമൽ എഫക്റ്റിനേക്കാളും കൂടുതൽ കോമൺ ആയിട്ടുള്ളത് അനോമലസ് സീമാൻ ഇഫക്റ്റ് ആണ്. കാരണം സോഡിയം ഡി ലൈൻസിൻ്റെ ഒക്കെ സ്പ്ലിറ്റിംഗ് ഒക്കെ തന്നെ അനോമലസ് സീമാൻ ഇഫക്റ്റിൽ വരുന്നതാണ്. കാരണം ഇവിടെ നോൺ യൂണിഫോം ആണ്, പാറ്റേൺ ഒന്നുമില്ല. ഇനി സീമാൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സീമാൻ സ്പ്ലിറ്റിങ്ങിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഇൻഫർമേഷനാണ്. അറ്റോമിക് ക്വാണ്ടം നമ്പറിനെ പറ്റിയിട്ട് ഒരു ഡയറക്റ്റ് ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ടേംസ് ഡെഡ്യൂസ് ചെയ്യുന്നതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്പർ ഓഫ് സബ് ലെവൽസ് കണ്ടുപിടിക്കാനായിട്ട് 2J+1 ചെയ്താൽ മതി. ഓരോ ജെ സ്റ്റേറ്റ് ചെയ്യുമ്പോഴും സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നു, അതിലൂടെ ഒരുപാട് കോമ്പോണൻസ് മാഗ്നറ്റിക് ഫീൽഡിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ബോർ മാഗ്നറ്റ്രോണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ യൂണിറ്റ് ഓഫ് അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ബോർ മാഗ്നറ്റ്രോൺ എന്ന് പറയുന്നത്. 9.274 × 10⁻24 ജൂൾ പെർ ടി ആണ് എന്തെന്ന് പറയുന്നത്, ബോർ മാഗ്നറ്റ്രോൺ എന്ന് പറയുന്നത്. ഇനി ലാൻഡേജി ഫാക്ടർ എന്ന് പറയുന്നത് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നു, മാഗ്നറ്റ്യൂഡിൻ്റെ സ്പ്ലിറ്റിംഗ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലാൻജി ഫാക്ടറാണ്. ഇത് 0 തൊട്ട് 2 വരെ എൻ്റെ മാഗ്നിറ്റ്യൂഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ 2p3/2 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ഇവിടെ GE എന്ന് പറയുന്നത് 4/3 ആയിരിക്കും. 4 ലെവലിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. P1/2 എന്ന് പറഞ്ഞിട്ടുള്ളതിന് 4 ലെവലിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി GE 2/3 ആണെന്നുണ്ടെങ്കിൽ അതിന് 2 ദിവസത്തിൻ്റെ 2 ലെവലിലായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറ്റതിനെ നമുക്ക് 4 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെങ്കിൽ ഇതിനെ 2 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ന്യൂമറേറ്റർ നോക്കിയാൽ മതി. റേഷ്യോ എന്ന് പറയുന്നത് 4:2:3 ക്യാരക്ടറൈസ് ചെയ്തായിരിക്കും ഇത് പോകുന്നത്. ഇനി സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർക്ക് ഇഫക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈനിൻ്റെ സ്പ്ലിറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുമ്പോഴാണ്. ഇവിടെ H എന്ന് പറയുന്നത് E∈Z ആണ്. ഇവിടെ ഹാമിൽട്ടോണിയൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഒരു പ്രീ ടർബേഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്. Z ആക്സിസിലോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. ലീനിയർ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണൽ എന്താണ്, ഈ ഒരു സ്പ്ലിറ്റിങ്ങിൻ്റെ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അതായത് എത്രത്തോളം നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ അത് ഫീൽഡ് സ്ട്രെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുമാത്രമല്ല ഇത് നടക്കണമെങ്കിൽ എന്താണ് ഒക്കർ ചെയ്യുന്നത് ഡീജനറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ മാത്രമാണ്. അതായത് ഹൈഡ്രജൻ്റെ N=2 എന്ന് പറയുന്നത് ഡീജനറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. എവിടെയൊക്കെ നമ്മൾ സീമാൻ ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. സീമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റാർസിലും ഗാലക്സിയിലും ഒക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് നമ്മൾ സീമാൻ ഇഫക്റ്റ് ഉപയോഗിക്കാറുണ്ട്. സ്റ്റാർക്ക് ഇഫക്റ്റ് ആയിക്കോട്ടെ ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെല്ലാർ അറ്റ്മോസ്ഫിയറിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ടും ഇൻ്റർസ്റ്റെല്ലാർ പ്ലാസ്മയെ പറ്റിയിട്ടും സ്റ്റാർക്ക് ഇഫക്റ്റ് ഒരു ഐഡിയ തരുന്നു. പ്രിസിഷൻ മെഷർമെൻറ്റ്, അതായത് അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് അൾട്രാ പ്രിസൈസ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് തരുന്നു. സീമാൻ ഇഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സീമാൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അറ്റോമിക് ക്ലോക്കിലും മാഗ്നറ്റോമെട്രിയിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസൈസ് ആയിട്ടുള്ള എന്താണ്, ക്ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ക്വാണ്ടം ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് എനർജി ലെവലിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ക്വാണ്ടം എന്താണ് ടെക്നോളജി ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു റോളുണ്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിന്. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇത് വരുന്നുണ്ട്. അതുപോലെ ലേസർ കൂളിങ്ങിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ക്വാണ്ടം ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിലും ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ആസ്ട്രോഫിസിക്സിൽ യൂസ് ചെയ്യാറുണ്ട്, പ്രിസിഷൻ മെഷർമെൻറ്റിൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടം ടെക്നോളജിയിലും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ക്വാണ്ടത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അവിടെ അറ്റോമിക് സ്പെക്ട്രയുടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ്, ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി ലെവലിൻ്റെയും ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഒരു ലെവലും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ആംഗുലർ മൊമെൻറ്റം കപ്ലിംഗ്, LS കപ്ലിങ്ങിൻ്റെ കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫൈൻ സ്ട്രക്ചറും അതിൻ്റെ ടേമും സിമ്പലും എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു. പിന്നെ സെലക്ഷൻ റൂൾ പഠിച്ചു. സെലക്ഷൻ റൂള് 3 സെലക്ഷൻ റൂൾ നമ്മൾ പഠിച്ചായിരുന്നു. ഡെൽറ്റ Lൻ്റെ വാല്യൂം എസിൻ്റെ വാല്യൂ, ഡെൽറ്റ എസിൻ്റെ വാല്യൂം ഡെൽറ്റ ജെയുടെ വാല്യൂ
വാല്യൂ ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഏത് സ്പെക്ട്രൽ ലൈൻ ആയിരിക്കും അപ്പിയർ ചെയ്യുന്നത് എന്ന് നോക്കാനായിട്ട് നമുക്ക് ഇത് സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എക്സ്റ്റേണൽ ഫീൽഡ് ഇഫക്റ്റ് ആയിട്ടുള്ള സീമാനും സ്റ്റാർക്ക് ഇഫക്റ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൂടെ കിട്ടാനായിട്ട് സാധിച്ചു. അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയറിയും എക്സ്പെരിമെൻറ്റും തമ്മിലുള്ള ഒരു ചെറിയ ബ്രിഡ്ജാണ്. അത് നമുക്ക് ക്വാണ്ടത്തിൻ്റെ എന്ന് വെച്ചാൽ മാറ്ററിൻ്റെ നേച്ചറും അതിൻ്റെ ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഫോമും തമ്മിൽ കൂടുതലായിട്ടൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് പറയാം. കാരണം ആസ്ട്രോണമിയിൽ നിന്നും ക്വാണ്ടം ടെക്നോളജിയിലോട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെറിയ ചാപ്റ്റർ ആണെന്ന് പറയാൻ കാരണം അതിൽ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ബ്ലഫിംഗ് ആണ് കൂടുതലും ഒരു ചാപ്റ്ററിൽ വരുന്നത്. അതിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് അവർ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അത് ചുരുക്കിയാണ് ഞാൻ ഇതിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സസിൻ്റെ വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.